താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിന്റെ കുടുംബത്തെ സന്ദർശിച്ച് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. SKN40 കേരള യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം എന്നാവശ്യപ്പെട്ട് വീണ്ടും മുഖ്യമന്ത്രിയെ കാണുമെന്നും കുടുംബം പറഞ്ഞു. കേസിൽ ഉടൻ കുറ്റപത്രം നൽകാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. താമരശ്ശേരിയിലെ വീട്ടിലെത്തിയാണ് ആർ ശ്രീകണ്ഠൻ നായരും 24 പ്രതിനിധികളും മുഹമ്മദ് ഷഹബാസിന്റെ കുടുംബത്തെ സന്ദർശിച്ചത്. കുടുംബത്തെ SKN ചേർത്തു നിർത്തി ആശ്വസിപ്പിച്ചു. ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. നമ്മൾ ഒന്നുകൂടെ അരക്കെട്ടുറപ്പിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി നമ്മൾ കൂടെ 24 ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ എത്രയോ മാധ്യമങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ കരച്ചിലടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാലും ഉമ്മയുടെ വേദന മലയാളിക്ക് മനസ്സിലാകുന്നുണ്ട്, മലയാളി വീട്ടമ്മമാർക്ക് മനസ്സിലാകുന്നുണ്ട്, പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനുള്ള ആശങ്ക ഷഹബാസിന്റെ മാതാപിതാക്കൾ 24മായി പങ്കുവച്ചു. ഇതിൽ രക്ഷിതാക്കൾക്ക് പൂർണ്ണ പങ്കുണ്ട്. ഇത്രയും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളത് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഇത് ബോധ്യപ്പെട്ടതാണ്. കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ജില്ലാ കോടതി ഇത് തള്ളുന്നത്. മുഖ്യമന്ത്രി കണ്ടപ്പോൾ കാര്യങ്ങൾ പറഞ്ഞില്ല. നമ്മൾ അതിൽ കൊടുത്ത ഇതിൽ നമ്മൾ നിവേദനത്തിൽ കറക്റ്റായിട്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഷഹബാസിന്റെ ഉമ്മ മുഖ്യമന്ത്രി അടുത്ത് പോയിരുന്നു. ഞങ്ങൾ പ്രോസിക്യൂഷൻ വെക്കണം എന്നുള്ളതുണ്ട്. പബ്ലിക് മാമൻ പറഞ്ഞിരുന്നല്ലോ. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ പെട്ടെന്ന് നിയമിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. മെയ് മാസം പകുതിയോടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കേസിൽ മുതിർന്നവരെ ഉൾപ്പെടെ പ്രതി ചേർക്കണമെന്ന് ഷഹബാസിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിലവിൽ ഇതിനാവശ്യമായ തെളിവുകളില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി തള്ളിയതോടെ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾ വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിൽ തുടരുകയാണ്. 24 കോഴിക്കോട്.